ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് തവ ചിക്കനാണ്. ഇതൊരു സ്ട്രീറ്റ് ഫുഡാണ്. ഇതിന് വേണ്ടിയിട്ട് 1/2 കിലോ ചിക്കനാണ് എടുത്തിരിക്കുന്നത്. ഇവിടെ കാലാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ എല്ലില്ലാത്ത കഷ്ണവും യൂസ് ചെയ്യാവുന്നതാണ്. ഇത് നന്നായിട്ട് ആഴത്തിൽ വരയിട്ട് കൊടുക്കാം. മസാലയൊക്കെ നന്നായിട്ട് ഇതിലേക്ക് പിടിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. 2 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. ഒരു നാരങ്ങയുടെ നീര് ചേർക്കാം. ഒരു 1/4 ടീസ്പൂൺ ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഇതെല്ലാം കൂടി നന്നായിട്ട് തിരുമ്മി യോജിപ്പിച്ചെടുക്കാം. ഇങ്ങനെ യോജിപ്പിച്ചതിന് ശേഷം ഇതൊരു 1/2 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കാം. 1/2 മണിക്കൂർ മുതൽ 1 മണിക്കൂർ വരെ വെക്കുകയാണെങ്കിൽ വളരെ നന്നായിരിക്കും. ചിക്കൻ നന്നായിട്ട് സോഫ്റ്റ് ആയിട്ട് കിട്ടുന്നതാണ്. ഇനി ഒരു തവ അടുപ്പിൽ വെക്കാം. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം. നെയ്യ് ഒന്ന് ചൂടായതിനു ശേഷം ഇതിലേക്ക് 2 ഏലക്കായ, ചെറിയ കഷ്ണം പട്ട, 3-4 ഗ്രാമ്പു എന്നിവ ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് മൂത്ത് വരുമ്പോൾ ഇതിലേക്ക് 2 പച്ചമുളക് ചേർത്ത് കൊടുക്കാം. നീളത്തിൽ അരിഞ്ഞിട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് നേരത്തെ റെസ്റ്റ് ചെയ്യാൻ വെച്ചിരിക്കുന്ന ചിക്കൻ വെച്ച് കൊടുക്കാം. ഈ ടൈമിൽ തീ ഒരു ഹൈ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കണം. ഒരു 4 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കണം. ചിക്കൻ ഒരു ബ്രൗൺ കളർ ആവുന്നത് വരെ തിരിച്ചും മറിച്ചും ഇട്ട് റോസ്റ്റ് ചെയ്തെടുക്കാം. ഇതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഇപ്പോൾ ഒരു ഭാഗം നന്നായിട്ട് ബ്രൗൺ കളറായിട്ട് മാറിയിട്ടുണ്ട്. ഇനി മറുവശവും ഇതേമാതിരി തന്നെ റെഡിയാക്കി എടുക്കണം. തിരിച്ചും മറിച്ചും ഇട്ട് നമുക്കിത് റോസ്റ്റ് ചെയ്തെടുക്കാം. ഇനി തീ ഒരു ലോ ഫ്ലെയിമിലേക്ക് മാറ്റി കൊടുക്കാം. മസാലപ്പൊടി ചേർക്കാൻ പോകുകയാണ്. ഇതിലേക്ക് 1 ടീസ്പൂൺ ഗരം മസാലപ്പൊടി ചേർത്ത് കൊടുക്കാം. അതിനുശേഷം 1 ടേബിൾ സ്പൂൺ സാദാ മുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. അതിനുശേഷം 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം. ഒരു മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം. അടുത്തത് ഒരു സവാള പൊടിയായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. സവാള നന്നായിട്ട് ചെറുതായി അരിയാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഒരു തക്കാളി പൊടിയായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ചെറിയ തക്കാളി ആണെങ്കിൽ 2 എടുക്കണം. ഇത് ചെറിയ തീയിൽ ഒരു 10 മിനിറ്റ് നേരം വേവിച്ചെടുക്കാം. അപ്പോഴേക്കും ഈ ഉള്ളിയും തക്കാളിയും ഒക്കെ ഇതിലേക്ക് നന്നായിട്ട് മിക്സ് ആയിക്കോളും. ഇനി ഇതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം.
ഓയിൽ ആവശ്യമുണ്ടെങ്കിൽ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതൊരു 5 മിനിറ്റ് മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റി കൊടുക്കാം. ഓയിൽ ഒഴിക്കുന്നത് ഇത് അടിയിൽ പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിയിട്ട് ഓയിൽ ആവശ്യമുണ്ടെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ചേർത്ത് കൊടുക്കണം. അവസാനമായി ഇതിലേക്ക് കുറച്ച് മല്ലിയില അരിഞ്ഞിട്ട് കൊടുക്കാം. 1 ടേബിൾ സ്പൂണോളം മല്ലിയില മതിയാകും. ഇതൊന്ന് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. അങ്ങനെ നമ്മുടെ സ്വാദിഷ്ടമായിട്ടുള്ള തവ ചിക്കൻ ഇവിടെ റെഡി ആയി കഴിഞ്ഞു. ഇത് പൊറോട്ടയുടെ കൂടെയും അതേമാതിരി തന്നെ ചോറിൻ്റെ കൂടെയും നല്ല കോമ്പിനേഷനാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സിന് ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ. നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണേ. പുതുതായി ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് ചാനലിനെ സപ്പോർട്ട് ചെയ്യണേ. അടുത്ത നല്ലൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. ടേക്ക് കെയർ.